2 വീക്സ് ട്രെയിനിങ് കഴിഞ്ഞു ഇപ്പോൾ ആളുടെ കുക്കിയുടെ. ഇപ്പോൾ ആള് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എടുത്തു പറയാനായിട്ട് തന്നെ പണ്ടൊക്കെ എനിക്ക് ലീഷ് വാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ പുറത്തൂടെ റോട്ടെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ സൈക്കിൾ പോയാലും അല്ലെങ്കിൽ ഒരു ബൈക്ക് പോയാലും അല്ലെങ്കിൽ കാസിനെ തന്നെ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പം ബെറ്ററാണ്. ഇപ്പോൾ അതൊന്നും എന്താണ് പറയുക, ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവൻ ഭയങ്കര ബോധമല്ല. അവൻ നമ്മളെ കൂടെ തന്നെ നമ്മളെ ശ്രദ്ധിച്ച് ഒന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് നിൽക്കുമ്പോൾ ഇവൻ എന്ത് കമന്റ്സ് പറഞ്ഞാലും നമ്മളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം അവൻ പുറം ലോകം ഇങ്ങനെ ശ്രദ്ധിച്ചും സ്നിഫ് ചെയ്തും നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം റീകോൾ ചെയ്താലും വരും, എന്തെങ്കിലും കമന്റ്സ് പുറത്തുനിന്ന് പറഞ്ഞാൽ കേൾക്കും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ആൾക്ക് പണ്ട് തൊട്ടേ പറ്റാത്തതായിട്ട് വെച്ചാൽ കുട്ടികളെ ഒട്ടും തന്നെ പറ്റത്തില്ല. നിങ്ങൾ എത്ര സിറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് സിറ്റ് ചെയ്യിപ്പിച്ചാലും ഈ കുട്ടികളുടെ പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് ഒക്കെ അവന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുമായിരുന്നു. അപ്പോഴേ പെട്ടെന്ന് ലീഷ് വലിക്കുകയും എണീറ്റ് പോവുകയും പിന്നെ ഒന്നും തന്നെ കേൾക്കത്തില്ല. പക്ഷെ ഇതിലൊക്കെ ഇപ്പോഴും അതിൽ ഭയങ്കര മാറ്റമുണ്ട്. ഇപ്പൊ ആള് മൊത്തത്തിൽ ഒരു അനുസരണമുള്ള ഒരു സുന്ദരകുട്ടനായി മാറിയിട്ടുണ്ട്. പിന്നെ വീട്ടിനുള്ളിൽ തന്നെ ഇപ്പൊ ഞങ്ങൾ ആൾക്ക് റെസ്ട്രിക്ഷൻ കൊടുത്തേക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പൊ ആൾക്ക് ചില സ്ഥലത്തേക്കൊന്നും ഞങ്ങൾ ആക്സസ് കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങാനും ഇപ്പം ഡോർ തുറന്നിട്ട് അങ്ങോട്ടേക്ക് വന്നാല് പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കില്ലായിരുന്നു. കാരണം പിന്നെ ഞങ്ങൾ ലീഷ് ഇടാൻ പോയാൽ തന്നെ ഒരു ഗ്രൗളിങ്ങും നമ്മളെന്ന് പേടിപ്പെടുത്തലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പം ഇല്ല, അങ്ങനെയില്ല. ക്യുക്ക് പറയുമ്പോൾ ആളെ വിളിച്ചാൽ അപ്പോൾ തന്നെ കൂടെ വരും. ഞങ്ങൾ പിന്നെ എൻ്റെ റൂമിലേക്ക് ഉണ്ടാക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു 2 കൊല്ലമായിട്ട് ഡെയിലി അല്ല, ഒരു വീക്കിലി ഒരു ട്വൈസ് കാണുന്ന ഒരു മെയ്ഡുണ്ടായി. അപ്പോൾ ആ ചേച്ചീനെ 2 വർഷമായിട്ടും അവരെ ഒട്ടും പറ്റത്തില്ല. ആ ചേച്ചീനെ പരിശോധിച്ചിരിക്കും, റിയാക്ട് ചെയ്യും. ചേച്ചി അതിലെ പാസ് ചെയ്യുമ്പോഴും അതിലെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും എല്ലാം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ചേച്ചിയായിട്ട് ഫ്രണ്ട്ലി ആയി. ഇപ്പം ആൾക്ക് ഇവരുടെ റൂമിൽ കയറാം, ഇവനെ ലീഷിടാം, പിടിക്കാം, ഇപ്പം ഇവന്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ എന്തിനും ഇപ്പൊ ഓക്കെയാണ്. ആള് ഭയങ്കര കൂട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പണ്ട് ഇവന് അറിയത്തില്ല ഇങ്ങനെ പുതിയൊരാളെ പരിചയപ്പെടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. കാരണം നമുക്കത് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ പ്രോപ്പർ ട്രെയിനേഴ്സ് വന്നപ്പോൾ അവര് ഇവനെങ്ങനെയാണ് പുതിയൊരാളെ പരിചയപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അവര് ഇവനെ മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി. ഇപ്പൊ അത് പെർഫെക്റ്റ് ആണ്. ഇപ്പൊ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടാൻ തന്നെ നമുക്ക് ബേസ് ചെയ്യണം. ഒരു വാക്കിന് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നിമിഷങ്ങളുണ്ട് അവരായിട്ടൊക്കെ കൂട്ടാം. പക്ഷെ ഇവൻ ഒരു ഫ്രണ്ട്ലി ഡോഗ് അല്ല, എന്നാലും അവരായിട്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ നിൽക്കും. പിന്നെ അതിനൊക്കെ ഞങ്ങളുടെ ഫ്ലാറ്റിനെ സെക്യൂരിറ്റി ചേട്ടൻ ആളെ എന്ന് ഞാൻ ഡെയിലി വാക്കിനുകൊണ്ട് പോകില്ലായിരുന്നു. വീക്ക്ലി ടോയ്സ് അങ്ങനെയൊക്കെ വാക്കിനുകൊണ്ട് പോയിരുന്ന ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ആളെ കണ്ടാലും ഇപ്പൊ നമ്മുടെ സെക്യൂരിറ്റിനെ കണ്ടാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ ആളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോ ആളായിട്ട് ലീഷിന്റെ കൂടെ പോകും, ആളായിട്ട് ഓഫ് ലീഷിന് വിളിച്ചാൽ ആളുടെ കൂടെ പോകും. ഇപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഇവന് പണ്ടേ തന്നെ ഇപ്പൊ നമ്മളെ ചെറിയ സംശയമായിരുന്നു. ഇപ്പൊ നമ്മൾ മുഖത്ത് തൊടുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ അവന്റെ മുഖം ക്ലീൻ ചെയ്ത് കൊടുക്കാനും ചെവി ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ട്. അതായത് ഞങ്ങൾ ട്രിക്ക് ചെയ്താണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫുഡ് കാണിച്ചാൽ അങ്ങനെ എങ്ങനെയൊക്കെ ട്രിക്ക് ചെയ്തിട്ടാണ് ചെവി തുടച്ചിരുന്നത് കുളിപ്പിക്കാനായിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം ആൾക്കാർ നമ്മളുടെ ഒരു ട്രസ്റ്റ് കുറച്ചുകൂടെ ബിൽഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ചെവി തുടയ്ക്കാനൊക്കെ ഓക്കെയാണ് ആളെ ഒരു വിധം. അപ്പോൾ ഇവന്റെ ട്രെയിനിങ്ങിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം താങ്ക്സ് ടു ടീം മോണോമാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ് ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസ്തയോടെ ഇവരെ കോൺടാക്ട് ചെയ്യാം. Down. Cookie? Good boy!